ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇറ്റ്സ് ബിൻ വെരി ലോങ്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രാഫ്റ്റ് വർക്ക്. എൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ടാണ്, പ്ലസ് നമ്മളുടെ ഗിവ് അവേ അടുത്തായിട്ടാണ് വന്നിട്ടുള്ളത്. സോ റൂൾസും കാര്യങ്ങളൊക്കെ വെരി സിമ്പിളാണ്, നമുക്ക് പയ്യെ പറയാം. സോ ടേബിൾ സൈഡൊന്നും ഞാൻ കാണിക്കുന്നില്ല, നോർമലി കണ്ടവർക്ക് അറിയാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ മെഷീൻ. ഈ മെഷീൻ ഞാൻ ആക്ച്വലി വളരെ പൂതി വെച്ച് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കഥകളുണ്ട്, നമുക്ക് കുറേ പയ്യെ പറഞ്ഞുകൊണ്ട് പോവാം. സോ ഈ ഒരു ഡൈ കട്ട് മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ്. അതായത് എൻ്റെ മണി സേവ് ചെയ്ത് പോക്കറ്റ് മണിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചെടുത്ത, അതായത് എനിക്ക് കിട്ടിയ ഓർഡേഴ്സ് നിന്ന് വാങ്ങിച്ചെടുത്ത മെഷീനാണിത്. അതുപോലെ തന്നെയാണ് എൻ്റെ സ്കോറിംഗ് ടൂൾ. ഇതൊക്കെ ഞാൻ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ബിഗിനർ സ്റ്റേജ് ഉണ്ടാവല്ലോ, ആ സമയത്ത് വാങ്ങിച്ചു. എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പാടെ വാങ്ങി അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരു ഏതൊരു ബിഗിനർ സ്റ്റേജിലാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ A to Z റോ മെറ്റീരിയൽ വാങ്ങിക്കരുത്. അത് ആക്ച്വലി മണ്ടത്തരാണ്. നമ്മളൊരു സ്റ്റാർട്ട് ചെയ്ത് അതിനൊന്ന് ഓക്കെ ഫൈൻ നമുക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ ആണെന്ന് കാണുമ്പോഴാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് തന്നെ എനിക്കൊരു 4-5 ഓർഡേഴ്സ് ഒക്കെ കിട്ടി, എൻ്റെ കയ്യിൽ പ്രോഫിറ്റ് വന്നതിന് ശേഷമാണ് ഈ കാണുന്നതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ എൻ്റെ മണി സേവ് ചെയ്ത് വാങ്ങിച്ച സാധനമാണ് ഈ സ്കോറിംഗ് ബോർഡ്. അതിന് ശേഷമാണ് ഞാൻ ഡൈ കട്ട് മെഷീൻ വാങ്ങിച്ചത്. ഇത് ആക്ച്വലി ഭയങ്കര വേർത്താണ് കേട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ ഇനി കാണിക്കാൻ പോകുന്നതാണ് ഒരു ലോഡ് പേപ്പർ പാക്കും കാർഡ് സ്റ്റോക്കിൻ്റെ കളക്ഷനുണ്ട്. കാർഡ് സ്റ്റോക്ക് പിന്നെ അങ്ങനെയില്ല, ഒരു 2-3 റാൻഡം കളേഴ്സ്, കൂടുതലും പേസ്റ്റൽ തന്നെ ആയിരിക്കും കാണാം. ഇത് മൊത്തം പേപ്പേഴ്സ് കാര്യങ്ങൾ അങ്ങനെ വെച്ച ഒരു സെറ്റാണ് കേട്ടോ. അതിൽ ട്രാൻസ്പാരൻ്റ് ഉണ്ട്, ഇതേപോലെ ഗ്ലിറ്റർ വരുന്ന ഫോം ഷീറ്റ് ഉണ്ട്, ബാക്ക് സൈഡിൽ സ്റ്റിക്കി ടൈപ്പായി വരുന്ന ഫോം ഷീറ്റ് ഉണ്ട്. ഇതെല്ലാം എനിക്കൊരു ക്രേസ് ചെയ്യും ഒരു ടൈമിൽ, അതായത് ഒരു 3 years ബാക്ക് ഞാൻ ഭയങ്കര ഒരു അഡിക്ഷൻ എന്ന് പറയില്ലേ, റോ മെറ്റീരിയൽസ് ക്രാഫ്റ്റ് സപ്ലൈസ് കാണുമ്പോൾ തോന്നുന്ന ഒരു അഡിക്ഷൻ. എൻ്റെ കണ്ടിപ്പോൾ ഏതൊരു ഷോപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് കുറേ സാധനമായിട്ട്, അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അതുപോലെ തന്നെ പേപ്പർ പാക്ക് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയായിരുന്നു, കുറേ വാങ്ങിച്ച് കൂട്ടുക, ഒരു കൈൻഡ് ഓഫ് ക്രേസ്. അതായത് ഇപ്പം എനിക്ക് കിട്ടുന്ന ഓർഡേഴ്സിൽ നിന്നും ഒരു 50% എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ 50% ഞാൻ മൊത്തമായിട്ടും എനിക്ക് വാങ്ങേണ്ട റോ മെറ്റീരിയൽസിലായിരുന്നു ഞാൻ സ്പെൻഡ് ചെയ്യാറ്. ലൈക്ക് അന്ന് എനിക്ക് ഒന്നും വേറെ ഇല്ല, അതായത് ഡ്രസ്സ് വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെന്നോ അങ്ങനെ ഒരു ക്രേസും ഇല്ലാത്തൊരു സമയത്ത് എനിക്ക് എന്തൊക്കെ പൈസ കിട്ടിയാലും അത് നേരെ ഞാൻ പോയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസിലായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ക്രേസിൽ വാങ്ങിച്ച് കൂട്ടിയ കുറേ സാധനങ്ങളുണ്ട്. സോ വാട്ട് ഐ എം ഡൂയിങ് ഈസ്, ഈ സാധനങ്ങളൊന്നും എനിക്കിനി ആവശ്യമില്ല എന്നല്ല, ദ തിങ് ഈസ് ഞാനിപ്പോൾ ഇവിടെ നമ്മളെ റൂം റിനോവേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല ആക്ച്വലി, ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടി വെക്കാന്നല്ലാണ്ട്. പിന്നെ അതിനേക്കാളും വലിയ കോമഡി എന്താ പറയുക, ഞാൻ ചില പേപ്പർ പാക്കൊന്നും യൂസേ ചെയ്തിട്ടില്ല. അതിൻ്റെ ഭംഗി കാരണം എടുത്ത് പൂജിച്ച് വെക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ക്രേസ് ആയിരുന്നു എനിക്ക്, എന്താണെന്ന് അറിയില്ല. ഈ പേപ്പർ പാക്ക് ഉണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇത് ഡൈ കട്ട് സ്മാർട്ടിൻ്റെ പേപ്പർ പാക്കാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ 3 years എങ്ങാനായി ഇത് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ 2 years. പക്ഷെ ഞാൻ ആകെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഓൺലി 2-3 ഷീറ്റൊക്കെ ആയിരിക്കും, ബാക്കിയുള്ളതെല്ലാം ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെക്കാൻ ചെയ്തത്. ഇത് സിംപ്ലി കുറേ പേപ്പേഴ്സ്, അതായത് ഒരേ പ്രിൻറ്റ് വരുന്ന ഒരേ പാറ്റേൺ വരുന്ന കുറേ പേപ്പേഴ്സാണ്. ഇതും ആക്ച്വലി ഡൈ കട്ട് സ്മാർട്ടിൻ്റെതാണ്. ഇതും പിന്നും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. ഇതിൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ് കേട്ടോ. ഇവരുടെ തന്നെ ഈ ഒരു കളക്ഷൻ ഞാൻ കംപ്ലീറ്റ് തീർത്തതിന് ശേഷമാണ് ഈ പേപ്പർ ബാക്ക് വാങ്ങിച്ചിട്ടുള്ളത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പേസ്റ്റൽ പിങ്ക് ആ ഒരു ടച്ച് വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കാണിക്കുന്ന ഇതും തീരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ നമ്മളെ ഗിവ് അവേയിൽ ആഡ് ആക്കണം. ദാറ്റ് ഈസ് ഞാൻ യൂസ് ചെയ്യാത്ത കുറേ സപ്ലൈസ് ഉണ്ട്, അതിൽ നിന്നും കുറച്ച് നല്ല സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്തിട്ട് ആ കളർ സ്റ്റോറിയൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അങ്ങനെ ഞാനത് പൂജിച്ചെടുത്ത് വെച്ചതേന്. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി അതൊന്നും എടുത്ത് വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേപ്പർ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മളെ ഗിവ് അവേൻ്റെ പ്രൈസ് വരുന്നത്. ഗിവ് അവേക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത് ആക്ച്വലി 3 വിന്നേഴ്സിനാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആയിരിക്കും. റൂൾസ് ആർ വെരി സിമ്പിൾ. ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്തിട്ടുണ്ടായിരിക്കണം, ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. വെരി സിമ്പിളാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നമ്മളുടെ ഗിവ് അവേൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ. അതിൽ നിന്ന് നമ്മൾ ഒരു
3 വിന്നേഴ്സിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇതാണ് എൻ്റെ A4 സൈസിൽ വരുന്ന പേപ്പർ ബാക്കിൻ്റെ കളക്ഷൻസ്. അതും കാണിച്ചു കഴിഞ്ഞാൽ ഇനി കുറേ പെട്ടി സാധനങ്ങളുണ്ട്. ഇതിലൊക്കെ എന്തെല്ലോ ആണ്. ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് കൂട്ടിയതാണ്. പക്ഷെ അതിലെനിക്ക് തോന്നുന്നു ഞാൻ ഓഫ് വൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതും എപ്പോഴോ ദുബായ് പോയപ്പോൾ ഒരു ക്രേസായിട്ട് എന്തോ കണ്ടിട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ മോൾഡാണ്. ഈ ക്ലേ ഉണ്ടല്ലോ, ക്ലേ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വാങ്ങിച്ച് കൂട്ടിയ സാധനങ്ങളാണ്. ടു ബി ഹോണസ്റ്റ് ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതൊക്കെ അങ്ങനെ തന്നെ ഞാൻ എടുത്ത് വെച്ചതാണ്. സോ ഞാനൊരു വലിയ ഗ്രാൻഡ് സെയിൽ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യും കേട്ടോ. ഞാൻ ഹാഫ് പ്രൈസിലേക്ക് ഇതൊക്കെ കൊടുക്കും. ആക്ച്വലി ഞാനിത് യൂസ് ചെയ്തിട്ടേ ഇല്ല, പക്ഷേ എങ്കിലും ഞാനത് ഹാഫ് പ്രൈസിലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും കൊടുക്കുന്നത്. ബിക്കോസ് എനിക്കിത് ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ഞാൻ പറഞ്ഞല്ലോ റൂമും റിനോവേറ്റ് ചെയ്യണം. അപ്പം റൂമിൽ നിന്നും എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റും. അതെടുത്ത് വെക്കാനും സ്ഥലമില്ലാത്തൊരു സിറ്റുവേഷനിലാണ്. കളയാനും പറ്റുന്നില്ല, എടുത്ത് വെച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് എന്തായാലും ഇതെല്ലാം ഞാൻ സെയിലിടുന്നതാണ്. ഓൾമോസ്റ്റ് എവറിത്തിങ്. ഇതൊക്കെ കുറേ നമ്മളെ വുഡൻ കട്ടൗട്ട്സ് ആണ്. ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടാന്നല്ലാണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല സത്യത്തിൽ. പിന്നെ ഈ ഗ്ലിറ്റേഴ്സ് ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ യൂസ് ചെയ്യാണ്ട് എടുത്ത് വെക്കാന്ന് ഒരു കൈൻഡ് ഓഫ് മണ്ടത്തരം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ക്രേസ് തന്നെ പറയാം. ആ ഒരു സ്റ്റാർസിൻ്റെ കണ്ടോ, ആ ഒരു ഗ്ലിറ്റർ മിക്സ്ഡ് ആയിട്ട് വരുന്ന അത് ഞാൻ അനക്കിയിട്ടില്ല. ബിക്കോസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെയിലിടുന്നതായിരിക്കും. സ്ട്രോ സെയിലിടുന്നതല്ല. സ്ട്രോ വെച്ചിട്ട് നമുക്ക് കുറേ DIY ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനുണ്ട് ഇൻഷാല്ല. പിന്നെ ഇതിൽ ആക്ച്വലി വാട്ടർ ട്യൂബ് ഇല്ല. വാട്ടർ ട്യൂബ് ഞാൻ മറ്റേതിലേക്ക് വെച്ചിട്ട് ഇതിൽ ഞാൻ ആക്ച്വലി ക്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് സേഫായിട്ട് ഇതിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ ചെയ്യുക. സോ ദാറ്റ് ഡസ്റ്റ് ഒന്നും കടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറെ ബോക്സിലാണ് ഈ ട്യൂബ്സ് ഒക്കെ വെച്ചിട്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച പെയിൻറ്റ് തോന്നുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അതിൽ 2 ബ്ലാക്കോ റെഡായിട്ട് തീർന്നിട്ടുള്ളൂ. പിന്നെ കുറേ ഫാബ്രിക് പെയിൻറ്റ്സ് ഇതിലും ഏതെല്ലോ തീർന്നിട്ടുണ്ട്, ഏതെല്ലോ തീർന്നിട്ടില്ല. പക്ഷേ ഇതൊന്നും സെയിലിൽ വെക്കുന്നില്ല. ബിക്കോസ് അത് ഓൾറെഡി യൂസ്ഡ് ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഇതൊന്നും സെയിലിൽ വെക്കുന്നില്ല. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും DIY ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെയും കുറേ MS. ഇത് വേറൊരു ഷെൽഫിലുള്ള സാധനങ്ങളാണ്. ഇതിലും നമ്മളെ ക്ലേ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ടു ബി ഹോണസ്റ്റ് ക്ലേ ഞാൻ വിൽക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ഡെക്കർ പീസസ് ആണ്. പിന്നെ കുറേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. ഇത് ആക്ച്വലി എൻ്റെ സിസ്റ്റർ കൊണ്ടുവന്നതായിരുന്നു. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഗോൾഡൻ ഒരു പീസ് വരുന്ന നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ലൈനിങ് പോലെ പോവുകയും ചെയ്യും. നമുക്ക് ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ റിബൺ എപ്പോഴോ വാങ്ങിച്ചതാണ്. പിന്നെ കുറച്ച് നമ്മൾ സേവ് ദ ഡേറ്റ് ചെയ്യല്ലോ, അതിൻ്റെ പീസസ് ആണ്. നമ്മൾ ഷോ പീസായിട്ട് വെക്കുന്ന ഫോട്ടോഗ്രാഫി സീൻസൊക്കെ. ഇതൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ സെയിലൊന്നും വെക്കുന്നില്ല. ഇതൊക്കെ ഞാൻ തന്നെ യൂസ് ചെയ്യും എൻ്റെ വീഡിയോസിനും കാര്യങ്ങൾക്കായിട്ട്. ഇനി ഈ 2 ബോക്സ് ഉണ്ടല്ലോ, ഇത് മൊത്തം 6 ഇഞ്ച് സൈസിൽ വരുന്ന പേപ്പർ പാക്കാണ്. ഇതൊക്കെ ഇതിൽ കൂടുതലും ഞാൻ വാങ്ങിച്ചതല്ല. ആക്ച്വലി ET മെമ്പറായിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പേപ്പർ പാക്കിൻ്റെ പേജസ് ഡിസൈൻ ടീമായിട്ട് അവർ ചൂസ് ചെയ്യും ചില ക്രാഫ്റ്റേഴ്സിനെ. അങ്ങനെ ചൂസ് ചെയ്തിട്ട് അവർ കുറേ പേപ്പേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കളക്ഷനിലുള്ള കുറേ 6 ഇഞ്ച് അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചോട്ടെ. മെമ്മറി മേക്കേഴ്സ് ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ആണ്. അതേപോലെ തന്നെ ആരോഹിൻ്റെ പേപ്പേഴ്സും അവരുടെയൊക്കെ ഞാൻ കുറേ വാങ്ങിച്ചതാണ്. ആരോഹി കുറേ എനിക്ക് തന്നതും ഉണ്ട്, DT ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയതും ഉണ്ട്. സോ ഇതൊക്കെ ഫുള്ള് 6 ഇഞ്ച് വരുന്ന 12 പേജസ് എങ്ങാനുണ്ട്. 12 അല്ലെങ്കിൽ 10 പേജസ്. മോസ്റ്റ്ലി അധികം എല്ലാ പേപ്പേഴ്സും 12 പേജസ് വരുന്നതാണ്. അതിൽ ഇതൊക്കെ യൂസ്ഡ് ആണ്. ഇതിൽ കുറേയൊക്കെ യൂസ് ചെയ്ത് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. റെഡും വൈറ്റും വരുന്നത്. അധികം പേസ്റ്റലാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക് പേസ്റ്റലിനോടാണ് ഭയങ്കര ഇത്. പിന്നെ വെഡിങ് ഡേ അതൊന്നും തീരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ബേബി ബോയ് തീമിൽ വരുന്ന, ബേബി ഗേൾ തീമിൽ വരുന്ന അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മന്ത്ലി ടോപ്പ് കമൻറ്ററിനെ ചൂസ് ചെയ്യുമല്ലോ, അവർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നതായിട്ട്. ഇത് മൊത്തം ഈ ഫയൽ മൊത്തം സ്റ്റിക്കേഴ്സ്, ടാഗ് ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ടാഗ് ഷീറ്റ് ആക്ച്വലി വേറെ ഫയലായിരുന്നു. ഇതെങ്ങനെ ഇതിൽ വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതും ഈ സ്റ്റിക്കർ എനിക്ക് ഗിവ് അവേ കിട്ടിയതാണ് കേട്ടോ. പണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സംഭവമായിരുന്നു ഗിവ് അവേയിൽ. അതെനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് കിട്ടിയ ഗിവ് അവേ ആയിരുന്നു. പിന്നെ ഇതിലും കുറേ ഡീറ്റെയിൽ കിട്ടിയതുണ്ട്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല തോന്നുന്നത്. ഇത് സാനിസ്റ്റിനെ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തൊരു ഇതായിരുന്നു, എന്താ പറയുക, ജേണലായിരുന്നു. പക്ഷെ അത് വെർത്തായില്ല, യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിവേ പോട്ടെ. പിന്നെ സ്റ്റിക്കർ, പിന്നെ ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ്, പിന്നെ ഹാർട്ട് ഷേപ്പ് വരുന്ന സ്റ്റിക്കേഴ്സ്, പിന്നെ അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഓൺലൈൻ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ച എൻ്റെ ഫസ്റ്റ് പ്രോഫിറ്റിൽ നിന്ന് വാങ്ങിച്ച സ്റ്റിക്കർ കളക്ഷനാണ് കേട്ടോ. ഓക്കെ. സോ ഇനി ഇത് മൊത്തം ക്രാഫ്റ്റാണ്, റെസിനാണ്. ഇത് എൻ്റെ റെസിൻ വീഡിയോ കണ്ടവർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൽ
അതിൽ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള റെസിൻ മെറ്റീരിയൽസ് മൊത്തം കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ മൊത്തം റെസിൻ സപ്ലൈസും കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് എൻ്റെ മുന്നിൽ കണ്ടിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ഈ ഒരു ബോക്സിലുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. മോൾഡ്, അതുപോലെ തന്നെ ഹോൾ മേക്കർ, പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും സിൽവർ ഫ്ലേക്സ്, ഡബിൾ സൈഡ് ടേപ്പ്, പിന്നെ അതുപോലെ കുറേ ഇതൊക്കെ ഞാൻ സെയിലിലേക്ക് ഇടാൻ പോകും. ഇതൊന്നും എനിക്കിനി വേണ്ട, ഞാൻ യൂസ് ചെയ്യുന്നില്ല. റെസിൻ്റെ മെറ്റീരിയൽസ് മൊത്തം ഞാൻ സെയിലിടാൻ പോവാണ്. റെസിൻ ഒരു വലിയ ബോട്ടിൽ യൂസ് ചെയ്യാത്തവരെ ഉണ്ട്, അതൊക്കെ ഞാൻ ഹാഫ് പ്രൈസിൽ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈസൽ സ്റ്റാൻഡ്, ഇതൊക്കെ ഞാൻ ഒന്നായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അതൊക്കെ ഇനിയിപ്പം ഓർഡേഴ്സും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. സോ അതൊക്കെ നമ്മൾ സെയിലിന് വെക്കുന്നത്. പിന്നെ ഇതിൽ കുറേ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. എനിക്ക് ഈ ഗ്ലിറ്റേഴ്സ് ഭയങ്കര, പേപ്പർ പാക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരുന്നൊരു ക്രേസ് ഈ സീക്വൻസ് അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സാണ്. അത് നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഡയറിയാണ്, എൻ്റെ ജേർണലാണ്. ലൈക്ക് എൻ്റെ ഓർഡേഴ്സ് കാര്യങ്ങൾ എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ജേർണലായിട്ട്. ഇതിൽ എനിക്കൊരു ഭയങ്കര ഒരു വികാരമുണ്ട്. ബിക്കോസ് ഇത് 4 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ജേർണലാണ്. ഇതിലാണ് ഞാൻ എൻ്റെ ഓർഡേഴ്സ്, പിന്നെ എൻ്റെ എക്സ്പെൻസ്, എൻ്റെ ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ജേർണലാണ്. സോ അതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതൊന്നും കൂടുതലായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ജേർണൽ ഇത് ഞാനൊരു ആവേശത്തിൽ വാങ്ങിച്ചതാ, ഭംഗി കൊണ്ട് വാങ്ങിച്ച. പക്ഷെ ഞാൻ ആകെ ഒരു പേജിലാണ് പിന്നെ യൂസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ബോക്സിൽ കുറച്ച് മെഷീൻസ്, ടൂൾസാണ്, നമ്മുടെ ജ്വല്ലറി മേക്ക് ചെയ്യുന്ന ടൂൾസ്, പിന്നെ നമ്മളെ ഗ്ലൂ ഗണ്ണ്, അത് ഒന്ന് വർക്ക് ചെയ്യാത്ത ഗ്ലൂ ഗണ്ണാണ് തോന്നുന്നത്, പിന്നെ ടോയ്ലീസ്, അങ്ങനെയുള്ള കുറച്ച് ഉണ്ടല്ലോ ആക്രി സാധനങ്ങൾ, കാൽക്കുലേറ്റർ ഉണ്ട്, അതൊക്കെ തന്നെ. വേറെ എന്താ പിന്നെ ഹോട്ട് ഗ്ലൂ ഉണ്ട്, അത്ര തന്നെ. ഇനി കാണിക്കാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ സീക്വൻസ് ഉണ്ടല്ലോ, അതിൻ്റെ മൊത്തം കളക്ഷൻസ്. ഇതൊക്കെ ഞാനുണ്ടാവില്ല ഈ സെയിൽ വരുമ്പം ചാടി കയറി വാങ്ങിക്കുക. അല്ലെങ്കിൽ ഒരു മന്ത് ആകുമ്പോൾ എനിക്കുണ്ടാവും ഒരു പർച്ചേസ്. ഓക്കെ 2 months ആയി, ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാം, അങ്ങനെ ഒരു മൈൻഡാണ്. ഇപ്പം എനിക്ക് കിട്ടുന്ന ഓർഡേഴ്സിന് തന്നെ പ്രോഫിറ്റ് കിട്ടിയാൽ ഓക്കെ ഫൈൻ, ഇനി പർച്ചേസ് ചെയ്യും, ഇനി കുറച്ച് വാങ്ങിക്കാത്ത സാധനം വാങ്ങിക്കുക, ഇനി ഇല്ലാത്ത കളേഴ്സ് വാങ്ങിക്കുക, അങ്ങനെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഷോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത ഷോൾ വാങ്ങിക്കില്ല, അതേക്കെ പോലെയാണ് ഇല്ലാത്ത കളേഴ്സ് നോക്കി വാങ്ങിക്കുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനതൊന്നും അങ്ങനെ യൂസ് ചെയ്താൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ പാക്കറ്റ് വരെ പൊളിച്ചിട്ടില്ല. കുറേ സീക്വൻസിൻ്റെ ഓഫർ ഡിസ്കൗണ്ട് കാണുമ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം എൻ്റെ ഉമ്മൻ്റെ വാശിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഞാൻ പഠിച്ചവനോട് ഹിസാബ് പറയേണ്ടി വരുമെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഈ ഐലറ്റ്സ് ഒക്കെ ഞാൻ ക്രേസിൽ വാങ്ങിച്ചതാണ്. ഐലറ്റ്സിൻ്റെ പഞ്ചും സെയിൽ വെക്കണോ വെക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പം അത് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും സീക്വൻസ് ഒക്കെ ഈ മൊത്തം സീക്വൻസ്, ഈ സ്റ്റാറൊക്കെ അനങ്ങാണ്ട് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ സെയിലിൽ വെക്കുന്നതായിരിക്കും. ബിക്കോസ് ഇതൊന്നും ഞാനിനി യൂസ് ചെയ്യാൻ പോകുന്നില്ല മിക്കവാറും. പിന്നെ ഈ ഒരു ജഗ്, ഇത് ആക്ച്വലി ജഗ്ഗാണ് കേട്ടോ. അതിൽ എൻ്റെ ടേപ്പ് കാര്യങ്ങളാണ്, ഡബിൾ സൈഡ് ടേപ്പ്, ടിഷ്യൂ ടേപ്പ്, ടാക്കി ടേപ്പ്, അങ്ങനെയുള്ള എല്ലാ ടേപ്പുകളും വെക്കുന്ന ഒരു ജഗ്ഗാണ്. ആക്ച്വലി ഇത് ഉമ്മൻ്റെതാണ്, അത് ഞാനെടുത്ത് അടിച്ച് മാറ്റിയതാണ്. പിന്നെ നമ്മുടെ റിബൺ കളക്ഷൻ, റിബണും ആക്ച്വലി കുറേ ഉണ്ട്. ഇത് ഞാൻ പണ്ട് ചെയ്ത ഡി ടി പർപ്പസിന് വേണ്ടി ചെയ്തത് തന്നെയായിരുന്നു. ഇത് നമുക്ക് എന്തായാലും വേണ്ട, ഇതൊന്നും വേണ്ട, ഇതൊക്കെ പോട്ടെ. പിന്നെ ഈ റിബൺ കളക്ഷനിൽ കുറച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിബണും എനിക്ക് അങ്ങനെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. ഇല്ലാത്ത കളേഴ്സ് പർച്ചേസ് ചെയ്യണം, ഏതാണോ ഇല്ലാത്ത അത് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യും. ഒന്നാമത് ഞാൻ സ്ക്രാപ്പ് ബുക്ക് ചെയ്യുമ്പോൾ കളർ തീം അനുസരിച്ച് ചെയ്യുമ്പോൾ കസ്റ്റമറിന് ഏത് കളർ തീമാണോ വേണ്ട, അപ്പം ഇല്ലാത്ത കളറാണെങ്കിൽ അതിന് വേണ്ടി പർച്ചേസ് ചെയ്യും. അങ്ങനെ കുറേ സാറ്റിൻ റിബൺസ് ഉണ്ട്, അതൊക്കെ സെയിലിൽ വെക്കുന്നത്. പിന്നെ ഇതിലും കുറേ വേണ്ടാന്ന് എന്തെല്ലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും ഞാൻ യൂസ് വരെ ചെയ്തിട്ടില്ല. ആ ലീഫിൻ്റെ ഇതൊക്കെ കണ്ടോ, അതായത് കീ ചെയിൻ, കീറിങ്സ് ഒക്കെ ആയി യൂസ് ചെയ്യുന്നത്, പിന്നെ ബീഡ്സ്, ജംറിങ്സ്, ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇതൊക്കെ ഞാൻ സെയിലിടുന്നതായിരിക്കും. ഇതെന്ത് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വെച്ച് എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മളുടെ ബട്ടർ കുക്കീസിൻ്റെ ബോക്സ് ആണെങ്കിലും ബട്ടർ കുക്കീസ് അല്ല, അത് ഓൾവേസ് നമ്മളുടെ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനുള്ള ബോക്സ് ആയിരിക്കും. പിന്നെ ഇത് മൊത്തം സ്ക്രാപ്പ് ബുക്കിൽ നിന്ന് വരുന്ന പീസസ് ഉണ്ടാവല്ലോ, ബാലൻസ് വരുന്ന സ്ക്രാപ്പ് പീസസ്, അതൊക്കെ സേവ് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കിട്ട് കൊടുക്കാനും പറ്റൂല, എനിക്കിത് കളയാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ എൻ്റെ ടേബിൾ സൈഡ് ഞാൻ കാണിച്ചിട്ടില്ല, ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതിൽ കുറച്ച് സിഗ്സാഗ് സിസേഴ്സ് ഉണ്ട്, പെൻസില്, പെന്ന്, അതുപോലെ തന്നെ കട്ടർ, ബ്ലേഡ്, അങ്ങനെയൊക്കെ. പിന്നെ ഷോപ്പീസ് ആയിട്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. അങ്ങനെ നമ്മൾ ഹോൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ എൻഡ് ചെയ്യിപ്പിച്ചെന്ന് പറയാം, ബിക്കോസ് ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ തുടങ്ങുമ്പോഴേ ടൈം ഓൾറെഡി 10 o'clock കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ അത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഫാൻ ഇടാണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ കുറേ റിസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് എങ്ങനെയും കഴിക്കാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. ചെറിയ ചെറിയ മെഷീൻസ്, പിന്നെ അതുപോലെ തന്നെ പഞ്ച് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ സെയിലിടുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് സെയിൽ
വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യാം. അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. കമ്മ്യൂണിറ്റിയിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഗിവ് അവേൻ്റെ റൂൾസ് സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ആയിരിക്കണം. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നമ്മളെ വിന്നറിനുള്ള പ്രൈസസ്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റൂൾസ് ആരും മറക്കണ്ട. അൺടിൽ ദെൻ ബൈ.